ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഡെഡ്പൂൾ 2 ആണ്. അതായത് 2018 പുറത്തിറങ്ങിയിട്ടുള്ള ഡെഡ്പൂൾ 2 ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഡെഡ്പൂൾ 1ന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടൺ കൊടുത്തിരിക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. കാരണം ആ ഒരു മൂവിയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. സോ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടം ഒന്നും മനസ്സിലാവത്തില്ല. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മൂവി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു മൂവി കാണാനായിട്ട് ശ്രമിക്കുക. ഈ സിനിമയിൽ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് നേരെ സിനിമയിലോട്ട് പോകാം. സിനിമയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് വളരെ നിരാശനായിട്ടിരിക്കുന്ന ഡെഡ്പൂളിനെയാണ്. അവനിപ്പോ അവൻ വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിലെ ഗ്യാസ് എല്ലാം അവൻ ചുമ്മാ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവൻ ഓരോരോ ക്യാനുകളിലായിട്ട് ഓരോരോ ഫ്യൂലൊക്കെ നിറച്ചിട്ട് അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അതെല്ലാം സെറ്റാക്കി അവനിപ്പോ അതിന് മുകളിൽ കിടന്ന് സീർട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ സീർട്ട് എടുത്തിട്ട് ആ ക്യാൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. അതിൽപ്പെട്ട് അവന്റെ കൈയും കാര്യങ്ങളൊക്കെ പല പല കഷ്ടങ്ങളായിട്ട് ചിതറി പോകുന്നുണ്ട്. അതിലവന്റെ കയ്യിലോട്ട് നിൽക്കും ഒരു സിമ്പിൾ കാണിക്കുന്നില്ലേ, നൈസ് അല്ലേ? എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പൊട്ടിത്തെറിച്ച് പോയെന്ന് പറഞ്ഞാലും ഡെഡ്പൂളിലൊന്നും സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ? അപ്പോൾ എന്തിനായിരിക്കും ഡെഡ്പൂൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ആഴ്ച പുറകോട്ട് സഞ്ചരിക്കണം. അവനിപ്പോൾ ചൈനയിലാണ് ഉള്ളത്. അവിടുത്തെ ഏതോ ഒരു മാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഹോട്ടലിലേക്കാണ് അവൻ ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ കുറേ വില്ലന്മാരും ഗ്യാങ്സ്റ്ററും ഒക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നിൽക്കുകയാണ്. അവിടെ ചെന്ന് ഓരോരുത്തന്മാരായിട്ട് ഡെഡ്പൂൾ അറിഞ്ഞും പറഞ്ഞും പൂശുന്നുണ്ട്. അവിടെ ഓരോരുത്തന്മാരുടെ കൈ വെട്ടിയെടുക്കുക, കാല് വെട്ടിയെടുക്കുക, തല വെട്ടിയെടുക്കുക, അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ. അങ്ങനെ അവന്മാരാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡെഡ്പൂളിനെ അവിടെ ഏക്കാനാ. അങ്ങനെ അവനാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് ശേഷം ഇവൻ ഈ കൊന്നു കളഞ്ഞൊക്കെ ഓരോരോ രാജ്യങ്ങളിൽ വൃത്തികേട് കാണിക്കുന്നവരെയാണ്. അവൻ അവസാനം ചെല്ലുന്നത് സെർഗോ എന്ന പേരുള്ള ഒരു ഗ്യാങ്ങിന്റെ അടുത്തേക്കാണ്. അവന്റെ ഫൈറ്റിന് മുന്നിൽ ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല മനസ്സിലായപ്പോൾ സെർഗോ ആണെങ്കിൽ നേരെ ഓടി ചെല്ലുന്നത് ഒരു പാനിക് റൂമിന്റെ ഉള്ളിലേക്കാണ്. അവിടെ ചെന്നിട്ട് റെഡ്പൂൾ എത്ര ശ്രമിച്ചിട്ടും ആ റൂം തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അയാളുടെ കൂട്ടത്തിലെ കുറെ ആളുകൾ അവന്റെ നേരെ ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഡെഡ്പൂൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഡെഡ്പൂളിനെ അവന്മാരെല്ലാം ഓടിക്കുകയാണ്. ഡെഡ്പൂൾ ഓടിപ്പോകുന്നത് നമ്മുടെ ഡോപ്പിൻഡറിന്റെ കാറിനകത്തേക്കാണ്. അങ്ങനെ ഡോപ്പിൻഡറിന്റെ കാറിന്റെ വിൻഡോയും പൊട്ടിച്ച് ഡെഡ്പൂൾ അകത്തേക്ക് ചാടി കയറുന്നുണ്ട്. അങ്ങനെ ഡോപ്പിൻഡർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സർഗേനെ മാത്രം ഇതുവരെയായിട്ടും അവന് കൊല്ലാൻ പറ്റിയിട്ടില്ല. ആ ഒരു നിരാശ അവന് മനസ്സിലുണ്ട്. ഈ സമയം ഡോപ്പിൻഡർ സംസാരിക്കാൻ തുടങ്ങി. ആ സമയം ഡോപ്പിൻഡർ പറയുന്നുണ്ട്, അണ്ണ എനിക്ക് ജീവിതം മടുത്താണ്, എനിക്ക് ടാക്സി ഓടിച്ചുള്ള ജീവിതം മടുത്തു, എനിക്ക് അണ്ണനെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ഒരു സൂപ്പർ ഹീറോ ആയി മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഡെഡ്പൂൾ ആണെങ്കിൽ ആ സമയം ഡെഡ്പൂൾ പറയുന്നുണ്ട്, മോനെ ഇത് നിനക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ ഡെഡ്പൂൾ നേരെ ചെല്ലുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അവന്റെ ഭാര്യയായിട്ടുള്ള വെനേസയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അവന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അവൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഡേറ്റിംഗിൽ അവർ ഒരു ആർക്കേഡ് ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കോയിൻ ആണ് അവൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ലഡ്ഡു കൊണ്ടുണ്ടാക്കിയ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള കോയിൻ ആയിരുന്നു അത്. ഇതൊന്നും നിന്റെ കയ്യിൽ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് അവന് ഗിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർ അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞിനെ വേണം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് സെർഗോയുടെ ആളുകൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. ഡെഡ്പൂൾ ആണെങ്കിൽ ഇത് കണ്ട ഉടനെ തന്നെ അവന്മാരുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ വെനേസ ആണെങ്കിൽ അവിടെയുള്ള ഒരു സോഫയുടെ അപ്പുറത്ത് താഴെ നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഡെഡ്പൂൾ ആണെങ്കിൽ അവരെ ഓരോരുത്തരായിട്ട് കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സെർഗോ ഒരു തോക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഈ സമയം ആകുമ്പോഴത്തേക്കും വെനേസ ആണെങ്കിൽ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അവനെ തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്ന ഡെഡ്പൂൾ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് അവനക്ക് നേരെ എറിയാണ്. ആ കത്തി എറിഞ്ഞപ്പോൾ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കാണെങ്കിൽ പൊട്ടുകയാണ്. ആ തോക്കിന്റെ ബുള്ളറ്റ് നേരെ പോയി കൊണ്ടെന്ന് പറഞ്ഞാൽ വെനേസയുടെ നെഞ്ചിലേക്കാണ്. അങ്ങനെ ഡെഡ്പൂൾ ആണെങ്കിൽ അവൾ ഓടിപ്പോയി പിടിച്ചെങ്കിലും അവൾ മരണത്തിലേക്ക് വീണു പോവുകയായിരുന്നു. ഇത് കണ്ടിട്ട് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഡെഡ്പൂൾ. സെർഗിയോട്ടുള്ള ദേഷ്യമാണ് അവന്റെ മനസ്സിൽ മൊത്തം. ഡെഡ്പൂൾ വേഗം ചെന്ന് ഓടിച്ചിട്ട് അയാളെ കയറി പിടിക്കുന്നുണ്ട്. ഡെഡ്പൂളിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാരണം അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് മരിച്ചിരിക്കുന്നത്, അതും ഇവൻ കാരണം. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ട്രക്ക് വന്നിട്ട് അവർ രണ്ടുപേരും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അവൻ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താൻ കാരണമാണ് വെനേസ മരിച്ചതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവൻ നേരെ ചെല്ലുന്നത് ആ കണ്ണ് കാണാത്ത അവന്റെ ആന്റിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവന്റെ ഓരോരോ വിഷമങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിനെ ഒന്നും ഓർത്തൊരു വിഷമിച്ചിട്ട് കാര്യമില്ല, ഇനി നിനക്ക് ജീവിതം ബാക്കിയുണ്ട്, നീ ഇത് ജീവിച്ച് തീർക്ക് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൻ അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ വേഗം തന്നെ കുറെ കൊക്കൻ എടുത്തിട്ട് അത് മുഴുവനായിട്ട് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടുപോലെ അവൻ വീടിനകത്ത് അവൻ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. അവൻ പൂർണ്ണമായിട്ടും ചിതറി പോകുന്നുണ്ട്. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. അവൻ നോക്കുമ്പോൾ വെനേസ അവിടെ ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പക്ഷെ അവൻ അവളുടെ അടുത്തേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല. എന്തോ ഒരു തടസ്സം അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റാത്തതെന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം എപ്പോഴും ശരിയായ ഭാഗത്തല്ലേ ഇരിക്കുന്നത് എന്നാണ്. അവനാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് തെറിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ചിതറിപ്പോയ പാർട്സുകളെല്ലാമായിട്ട് അവൻ ഇപ്പോൾ അവിടെ കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ സമയത്താണ് കൊളസസ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവന്റെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഒരു ബാഗിനകത്താക്കിയിട്ട് വാരിയെടുത്ത് അയാൾ നേരെ ആ എക്സ്മാൻഡ് അക്കാഡമി ഇല്ലേ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ആ കൊളസസ് ആണെങ്കിൽ അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നല്ലൊരു മനുഷ്യനാണ്, നിനക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിനക്കും എക്സ്പാൻഡ് ആകാൻ പറ്റും എന്നൊക്കെ കൊളസസ് പറയുന്നുണ്ട്. ഈ സമയത്താണ് മെഗാസോണിക് അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ ഒരു ഗേൾ ഫ്രണ്ടും അവളുടെ കൂടെ ഉണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ പേര് യൂക്കിയോ എന്നാണ്. ഈ ഒരു അവസരത്തിലാണ് യൂക്കിയോ അവനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ പരിചയപ്പെടുന്നതിന് ശേഷം കൊളസസ് വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആ എക്സ്മാൻ ആവുന്ന കാര്യം തന്നെയാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെഡ്പൂളിനാണെങ്കിൽ അതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നീ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന കൊളസസ് ആണെങ്കിൽ വീണ്ടും അവനെ ഉപദേശിക്കാൻ തുടങ്ങി. നിനക്ക് നല്ലൊരു ഹൃദയമുണ്ട്, നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൂപ്പർ ഹീറോ ആവാൻ നിനക്ക് പറ്റും. അങ്ങനെ കൊളസസ് ആണെങ്കിൽ അത്ര സെന്റിമെന്റൽ ആയിട്ട് പറയുമ്പോൾ ഡെഡ്പൂൾ ആണെങ്കിൽ സമ്മതിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഭാവി കാലമാണ്. ഒരാളാണെങ്കിൽ ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് കേവിളർത്ത് എന്നാണ്. ആ വീട് മൊത്തത്തിൽ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാര്യയും മക്കളും അതിനകത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കത്തി എരിഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയത്താണ് അയാളുടെ മകളുടെ പാവക്കുട്ടിയെ കയ്യിലെടുക്കുന്നത്. അതിനകത്ത് മൊത്തം മകളുടെ ചോരയാണ്. അതൊക്കെ കണ്ട് അയാളാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അയാൾ വേഗം തന്നെ അയാളുടെ കയ്യിലുള്ള ഡിവൈസ് ഓണാക്കുന്നു. അതൊരു ടൈം ട്രാവൽ ഡിവൈസ് ആണ്. അത് ഓണാക്കിയ ഉടനെ തന്നെ അയാളാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഈ സമയം ഡെഡ്പൂളും കൊളസസും അവരുടെ അക്കാഡമിയിൽ തന്നെയാണ്. അവിടുത്തെ ടിവിയിലാണെങ്കിൽ ഈ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് ഈ മ്യൂട്ട്സിന്റെ ഒക്കെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ നിന്നും ഒരു പയ്യൻ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. ആ ഒരു പയ്യന്റെ പേര് റസൽ എന്നാണ്. നല്ല രീതിയിൽ ശരീരത്തിൽ നിന്നും തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അവന് സാധിക്കും. അവനാണെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം കത്തിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പോലും അവന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ ഒരു ന്യൂസ് കണ്ട ഉടനെ തന്നെ ആ ടീം എക്സ്മാൻ നേരെ തന്നെ ആ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം ഡെഡ്പൂൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അവൻ വളരെ ശക്തമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അതിലകപ്പെട്ട് ആ മെഗാസോണിക് ആണെങ്കിൽ പുറകോട്ട് തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ നിർത്തുന്നില്ല. അവൻ പെട്ടെന്ന് ഡെഡ്പൂളിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ നേരെ പോയിട്ട് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് തെറിച്ചു പോയി വീഴുകയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാൾ എടുത്തിട്ട് ആ പയ്യന്റെ നേർക്ക് എറിയുന്നുണ്ട്. ആ വാളിന്റെ പിടിയാണ് ആ പയ്യന്റെ നെറ്റിയിൽ കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ആ പയ്യൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മ്യൂട്ടിനെ കീഴടക്കിയത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളൊക്കെ തന്നെ ഉറക്കെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു പവർ ഡാമിനർ ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവന്റെ പവറുകളൊന്നും തന്നെ വർക്ക് ആവത്തില്ല. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ ആ പയ്യൻ ഡെഡ്പൂളിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ പിടിച്ചു കൊടുക്കുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടുത്തെ ഒരു ഹെഡ്മാഷ് ഉണ്ടല്ലോ, അയാളാണെങ്കിൽ വെറും കൂതറയാണ്. അങ്ങേരാണെങ്കിൽ ഞങ്ങളെ എല്ലാവരും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെന്നുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊക്കെ അവൻ വളരെ വിഷമത്തോട് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഡെഡ്പൂളിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ അങ്ങോട്ടേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും അവൻ മറന്നു പോവുകയാണ്. പെട്ടെന്ന് അവൻ തോക്കെടുത്തിട്ട് ആ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ആളുകളെ മുഴുവനും വെടിവെക്കാനായി തുടങ്ങി. ഓരോരുത്തരായിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഹെഡ്മാഷിനെ മാത്രം അയാൾ കൊല്ലാൻ സാധിച്ചിട്ടില്ല. അയാളാണെങ്കിൽ അവിടെ ഉള്ള ഒരു കാറിന്റെ അപ്പുറത്ത് മറഞ്ഞിരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ അവിടുത്തെ ആളുകളെല്ലാം വെടിവെച്ച് കൊല്ലുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കൊളസസ് അവിടെ വന്നിട്ട് ചാടി വീഴുന്നുണ്ട് അവന്റെ മുകളിലേക്ക്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് അവനെ അടക്കി നിർത്തുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ കൊന്നത് കൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിലും ആ ഒരു പവർ ഡാമിനർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ പവർ എല്ലാം തന്നെ ഇപ്പൊ വർക്ക് ആവുന്നില്ല. അങ്ങനെ പോലീസുകാരെല്ലാം അവരെ കൊണ്ടുപോകുന്നത് ഇതുപോലെ മ്യൂട്ട്സിന്റെ താമസിക്കുന്ന ഒരു ജയിലിലേക്കാണ്. ഒരുപാട് ആളുകൾ ആ ഒരു ജയിലിലുണ്ട്. അവിടേക്ക് ഈ ഒരു പുതിയ ആൾക്കാർ വരുന്നത് കണ്ടിട്ട് അവിടെയുള്ളവരെല്ലാം തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ അവരെ രണ്ടുപേരെയും ഒരു സെല്ലിന്റെ അകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ആ ഒരു പവർ ഡാമിനർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെ പവറുകളും ഒന്നും തന്നെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ആകെ നിരാശയിരിക്കുകയാണ് രണ്ടുപേരും. ഈ സമയത്ത് ടൈം ട്രാവൽ ചെയ്ത ആ ഒരു കേബിളർത്ത് ഉണ്ടല്ലോ, അയാൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ ഇപ്പോൾ ഡെഡ്പൂളിന്റെ ടൈം ലൈനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ഇത് ഏത് വർഷമാണെന്നാണ് അയാൾ അവരോട് ചോദിക്കുന്നത്. അയാളുടെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് അവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവരൊന്നും പറയാത്തത് കാണുമ്പോൾ കേബിളർത്ത് പെട്ടെന്ന് തന്നെ ഒരു ഡിവൈസ് എടുത്തിട്ട് അവർ രണ്ടുപേരെയും ബോധം കെടുത്തുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവരെ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അങ്ങനെ ഇതേ സമയം ഡെഡ്പൂളും അവനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പവർ ഡാമിനർ ഫിറ്റ് ചെയ്തത് കൊണ്ട് ഡെഡ്പൂളിന്റെ ആ ഒരു ക്യാൻസർ ഒക്കെ അവന് തിരിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉള്ളത് കൊണ്ട് തന്നെ അവനൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇതേ സമയം റസൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ ആവണമെന്നുള്ളത്. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലേ? നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്യാനായിട്ട് പറ്റും. എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്മാഷിനെ കൊല്ലണം എന്നുള്ളതാണ്. അയാൾ അത്രമാത്രം എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ആ പണി തീർത്തതിന് ശേഷം പിന്നീട് നമുക്ക്
നമുക്കൊരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇവിടെ എല്ലാം വിലസി നടക്കാം. അതെല്ലാം കേൾക്കുമ്പോൾ ഡെഡ്പൂൾ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ കൊണ്ട് എന്തായാലും ഇതിനൊന്നും സാധിക്കത്തില്ല. ഈ പവർ ഡാമർ എന്റെ കരുത്തിലുള്ളിടത്തോളം കാലം എന്റെ സൂപ്പർ പവർ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. മാത്രമല്ല എനിക്കിപ്പോ ക്യാൻസർ ആണ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക്. പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ നീ ഇവിടെ വെച്ച് തന്നെ കണ്ടെത്താൻ നോക്ക്. എന്നിട്ട് അവനോട് നല്ലപോലെ കൂട്ടുകെട്ട് നോക്ക്. അങ്ങനെ വരുമ്പോൾ അവനക്ക് നിന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു തരാൻ സാധിക്കും. എന്നാൽ റാസൽ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന ഫാന്റസി ആണെന്നാണ് ഡെഡ്പൂൾ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് വേറൊരാളെ കണ്ടെത്തിക്കുക എന്നൊക്കെ അവനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റാസലാണെങ്കിൽ അതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്താണ് അവിടുത്തെ കുറച്ച് വില്ലന്മാർ അങ്ങോട്ടേക്ക് വരുന്നത്. ആരൊക്കെയാണ് ന്യൂ കമേഴ്സ്, ഞങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്മാർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഡെഡ്പൂളിന്റെ റിസൾട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സംസാരം പിന്നെ ഒരു കയ്യങ്കളിയിലേക്ക് മാറുകയാണ്. വന്നവന്മാരൊക്കെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് ശരിക്കും ഇട്ട് ഇടിക്കുന്നുണ്ട്. ഡെഡ്പൂളിന് നല്ല രീതിയിൽ ഇടി കിട്ടുന്നുണ്ട്. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് അവരെ വീണ്ടും സെല്ലിലേക്ക് മാറ്റുന്നുണ്ട്. പെട്ടെന്നാണ് കേവിളത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ആ ജയിലിലെ ഫ്രണ്ട് ഡോർ മൊത്തം ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറാൻ തുടങ്ങി. അവൻ കയറി വരുന്നതനുസരിച്ച് ആ ഏരിയയിലുള്ള പല സ്ഥലങ്ങളും അവൻ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവൻ വന്ന് സെർച്ച് ചെയ്യുന്നത് ഡെഡ്പൂൾ ഇരിക്കുന്ന ആ സെല്ല് ഏതാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ സെല്ല് ഏതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവന്റെ സെല്ലിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് പോലീസുകാരൻ തന്നെ അവന്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ ഭാവിയിലെ പല ടെക്നോളജികളും ഉള്ളതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയം ആകുമ്പോഴത്തേക്കും അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം കാരണം അവിടെയുള്ള മുഴുവൻ സെല്ലുകളും ഓപ്പൺ ആയിട്ടുണ്ട്. ആ മ്യൂട്ട്സ് ഒക്കെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. കേബിൾ എടുത്താണെങ്കിൽ അവിടെയുള്ള മുഴുവൻ പോലീസുകാരെ ഇടിച്ചിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഡെഡ്പൂളിന്റെ ആ ഒരു സെല്ല് കണ്ടെത്തി. അത് കണ്ട ഉടനെ തന്നെ അവൻ പെട്ടെന്ന് അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സെല്ല് പൂർണ്ണമായിട്ടും പൊട്ടി തകർന്നു പോവുകയാണ്. ഭാഗ്യത്തിന് ഡെഡ്പൂൾ റസലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സെല്ല് തകർന്നത് കാണുമ്പോൾ ഡെഡ്പൂൾ റസലിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇവൻ ആരാണെങ്കിലും എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റസലാണെങ്കിൽ അവന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് പണിയാണ്, അതുകൊണ്ട് നീ വേറെ വഴിക്ക് പോകാൻ നോക്ക് എന്നാണ് ഡെഡ്പൂൾ അവനോട് പറയുന്നത്. പെട്ടെന്നാണ് കേബിൾ എർത്ത് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് കേബിൾ എർത്ത് തന്നെ അന്വേഷിച്ചല്ല വന്നിരിക്കുന്നുള്ളത് ഡെഡ്പൂളിന് മനസ്സിലായത്. അവൻ വന്നത് റസലിനെ അന്വേഷിച്ചിട്ടാണ്. പെട്ടെന്ന് കേബിൾ എർത്ത് റസലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തോക്ക് കയ്യിലെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഡെഡ്പൂൾ വേഗം ചെന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഫൈറ്റിനിടയിൽ റസൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ ഒരു പയ്യൻ ഓടുന്നത് കാണുമ്പോൾ വേഗം തന്നെ കേബിൾ എർത്ത് ആണെങ്കിൽ അവന് പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടി താഴേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഡെഡ്പൂൾ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അവൻ നേരെ അവിടെയുള്ള ഒരു ടേബിളിന് മുകളിലേക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ ശരീരഭാഗങ്ങൾ മൊത്തം ഒടിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അവന്റെ കഴുത്തിലുള്ള ആ ഒരു പവർ ഡാമിനർ തെറിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പ്രശ്നമൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവന് സൂപ്പർ പവർ ഒക്കെ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് വീണ്ടും കേബിൾ എർത്തുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം കേബിൾ എർത്ത് ഡെഡ്പൂളിനെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അവൻ നേരെ തെറിച്ചു വീഴുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും അവൻ വെനേസയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു കോയിൻ ഉണ്ടല്ലോ, അത് തെറിച്ച് വീഴുന്നുണ്ട്. അത് കാണുമ്പോൾ ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേബിൾ എർത്ത് അത് കയ്യിലെടുത്ത് അതിനുശേഷം ഡെഡ്പൂളിനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയോ ഞാൻ ആരാണെന്ന്? എന്റെ പേര് കേബിൾ എർത്ത് എന്നാണ്. ഞാൻ ഭാവിയിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ ഒരു പയ്യനുമായിട്ട് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്തിനാണ് നീ അവനെ സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇങ്ങനെയൊക്കെ കേബിൾ എർത്ത് ചോദിക്കുന്ന സമയത്ത് അവൻ ആരാണെന്നോ അവന്റെ ഭാവി എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂൾ വേഗം കേബിൾ എർത്തിന് കയ്യിരിക്കുന്ന ഒരു ബോംബ് ഓൺ ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൊട്ടിത്തെറിയിൽ പെട്ടിട്ട് അവർ നേരെ തെറിച്ചു വീഴുന്നത് ആ ഒരു ജയിലിന്റെ പുറത്തേക്കാണ്. ഡെഡ്പൂളിന്റെ തല അവിടെയുള്ള ഒരു പാറയിൽ ഇടിക്കുന്നുണ്ട്. അതിലിടിച്ചതിന് ശേഷം അവൻ ഒരു തടാകത്തിലേക്കാണ് വീഴുന്നത്. ആ ഒരു വീഴ്ചയോടൊപ്പം തന്നെ അവൻ എത്തിച്ചേരുന്നത് വെനേസിയ ഇരിക്കുന്ന ആ ഒരു ലോകത്തേക്കാണ്. പക്ഷെ ഇത്തവണയും അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇത്തവണ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആ റസൽ എന്ന് പറയുന്ന പയ്യനില്ലേ, അവനെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം മാത്രമേ നീ എന്റെ അടുത്ത് വരാൻ പാടുള്ളൂ. അങ്ങനെ അവൻ വീണ്ടും മഞ്ഞുമലയുടെ മോളിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് എഴുന്നതിന് ശേഷം അവൻ നേരെ ചെല്ലുന്നത് അവന്റെ ആ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവരോട് സംസാരിക്കാൻ തുടങ്ങി. വെനേസ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവൻ ആദ്യം പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് മാത്രം പറ്റത്തില്ല. പക്ഷെ സാധാരണ ഒരു ടീമല്ല, നല്ല സൂപ്പർ പവർ ഉള്ള ഒരുപാട് ആളുകളായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതിന് നമുക്കൊരു ഇന്റർവ്യൂ ഉടനെ സെറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഇതേ സമയം റസലാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ജയിലിൽ തന്നെയാണ്. ഡെഡ്പൂൾ പറഞ്ഞ പോലെ അവിടെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളെ കമ്പനി നടക്കുകയാണ് അവൻ. അങ്ങനെ ഒരാളെ അവൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അയാളെ അവൻ പുറത്ത് കണ്ടിട്ടില്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ അയാളെ അവിടെ പൂട്ടിയിരിക്കുകയാണ്. ജഗർനെട്ട് എന്നാണ് അയാളുടെ പേര്. അയാളെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ കുറച്ച് ഫുഡ് എടുത്തിട്ട് അയാളുടെ ആ ഒരു സെല്ലിന് മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം ഫുഡ് എടുത്ത് അയാളുടെ സെല്ലിനകത്തേക്ക് തള്ളി വെച്ചിട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഒരുമിച്ച് കൂടിയാലോ, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങി ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറാം, അങ്ങനെ ഈ നഗരം മൊത്തം നമുക്ക് ഭരിക്കാം എന്നൊക്കെ പറയുകയാണ്. അവൻ പറയുന്നത് ജഗർനെട്ട് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഡെഡ്പൂൾ കൂട്ടരും ആ ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഹീറോസിന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ആദ്യം വരുന്നത് ഒരു കറണ്ട് മനുഷ്യനാണ്. ഇലക്ട്രിസിറ്റി അടുപ്പിക്കാൻ കഴിയുക എന്നതാണ് അവന്റെ പവർ. അയാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഡെഡ്പൂൾ അവനെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് വരുന്ന ഒരു പവർ എന്ന് പറയുന്നത് ആസിഡ്
ആസിഡ് ഛർദ്ദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്തായിട്ട് വരുന്നത് ഒരു അദൃശ്യ മനുഷ്യനാണ്. അവർക്ക് അവനെ കാണാൻ സാധിക്കുന്നൊന്നുമില്ല, എങ്കിലും ഈ പവർ നമുക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ട് അവർ അവനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് മോജോ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയൻ ആണ്. അവന്റെ പവറിനെ കുറിച്ചിട്ടൊന്നും അവൻ പറയുന്നില്ല. എന്തായാലും നിങ്ങളെക്കാൾ ഉഷാറാണ് ഞാൻ എന്നാണ് അവൻ പറയുന്നത്. അടുത്ത വരുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ഡൊമിനോ എന്നാണ്. ഇവളുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരിക്കലും അവളെ ഭാഗ്യം കൈവിടത്തില്ല. അവസാനം വരുന്ന വ്യക്തിയുടെ പേര് പീറ്റർ എന്നാണ്. നിന്റെ പവർ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സൂപ്പർ പവറും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്നുള്ള പരസ്യം കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വന്നതാണ്. ഈ പീറ്ററിനെ അടക്കം ഈ ഒരു ഇന്റർവ്യൂവിന് വന്ന എല്ലാവരെയും അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു പയ്യനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ജയിൽ തകർന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ ഇൻവെസ്റ്റിഗേഴ്സിനെയും പോലീസുകാരെയും എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രക്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഡെഡ്പൂളും ടീമും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു ഹെലികോപ്റ്ററിൽ ആ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസരം കിട്ടുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയിട്ട് ആ ട്രക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു ഹെലികോപ്റ്ററിൽ നിന്നിട്ട് അവരുടെ പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാവരും തന്നെ ആ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ട്രക്കിന്റെ അടുത്ത് എത്താറാവുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ പാരച്യൂട്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. പക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയപ്പോൾ നല്ല പണിയാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആദ്യമായിട്ട് നേരെ താഴേക്ക് വരുന്നത് ഡെഡ്പൂൾ തന്നെയാണ്. അവൻ നേരെ ഒരു വലിയ ബോർഡിൽ ഉടുക്കി നിൽക്കുകയാണ്. അടുത്തായിട്ട് താഴോട്ട് വരുന്നത് ആ ഒരു കരണ്ട് മനുഷ്യനാണ്. വളരെ വേഗത്തിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ബസ്സിന്റെ മുന്നിലേക്കാണ് അവൻ ഇടിച്ചു കയറുന്നത്. ആ ഒരു ബസ് ആണെങ്കിൽ വളരെ ശക്തിയായിട്ട് അവനെ ഇടിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ അവൻ മരിച്ചു പോവുകയാണ്. അടുത്തായിട്ട് താഴോട്ട് വരുന്നത് ആ ഒരു ഏലിയൻ ആണ്. അവൻ നേരെ ചെല്ലുന്ന അവിടെ ഓണാക്കി വെച്ചിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ നേർക്കാണ്. ആ ഒരു ഹെലികോപ്റ്ററിന്റെ ലിഫ്റ്റിലേക്ക് അവൻ ഇടിച്ചു കയറുന്നതോടൊപ്പം തന്നെ അവൻ ആകെ അരഞ്ഞു പോവുകയാണ്. ഇനി വരുന്നത് ആ ഒരു അദൃശ്യ മനുഷ്യനാണ്. അവൻ അവിടുത്തെ ഒരു ലൈൻ കമ്പിയിലാണ് ഉടക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ ഷോക്കേറ്റ് അവിടെ നിന്ന് മരിച്ചു പോവുകയാണ്. ഇനി താഴേക്ക് വരുന്നത് ആ ഒരു പവറൊന്നും ഇല്ലാത്ത പീറ്റർ ആണ്. അവൻ വളരെ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മറ്റേ ആസിഡ് ചേർത്തിക്കുന്ന മനുഷ്യനുണ്ടല്ലോ താഴേക്ക് വരുന്നത്. അവൻ നേരെ ചെല്ലുന്നത് ഒരു ഗ്രൈൻഡിങ് വെഹിക്കിളിന്റെ അടുത്തേക്കാണ്. ആ ഒരു വെഹിക്കിൾ ഓൺ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ പകുതി ഭാഗം മൊത്തവും അരഞ്ഞു പോകുന്നുണ്ട്. ഈ സമയമാണ് പീറ്റർ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പെട്ടെന്നാണ് അവൻ പീറ്ററിന്റെ ദേഹത്തേക്ക് ഛർദ്ദിക്കുന്നത്. അവൻ ഛർദ്ദിക്കുന്നത് ആസിഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു കൈ പൂർണ്ണമായിട്ടും അറ്റുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൈയും പിടിച്ചുകൊണ്ടാണ് ആസിഡ് മനുഷ്യൻ ആ ഒരു ഗ്രൈൻഡറിനുള്ളിലേക്ക് ഇറങ്ങി പോകുന്നത്. പൂർണ്ണമായിട്ടും അവൻ അറിഞ്ഞു പോവുകയാണ്. ഇനി ബാക്കിയുള്ളത് ആ ഒരു ഡൊമിനോ ആണ്. അവൾക്കാണെങ്കിൽ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ പറ്റുന്നില്ല. അവൾ ഇപ്പോഴും ആ ഒരു പാരച്യൂട്ടിൽ ആ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ട്രക്കിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൾ വേഗം തന്നെ ആ ഒരു പാരച്യൂട്ട് ഒഴിവാക്കുകയാണ്. അങ്ങനെ ട്രക്കിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൾ വേഗം തന്നെ ആ ഒരു പാരച്യൂട്ട് ഒഴിവാക്കി റോഡിലേക്ക് ചാടുന്നുണ്ട്. ഈ സമയം അതിലെ വളരെ സ്പീഡിൽ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളെ സംബന്ധിച്ച് അവൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ പറ്റുന്നില്ല. ആ വണ്ടികൾക്കാണ് പ്രശ്നം പറ്റുന്നത്. അതാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ഇടിച്ച് താർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളാണെങ്കിൽ ആ ട്രക്കിന്റെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ ട്രക്കിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് കയറി ഡ്രൈവറെ ഇടിച്ച് പുറത്തേക്ക് കളയുന്നു. ഇതേ സമയം കേബിളത്താണെങ്കിൽ ആ ഒരു ട്രക്കിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അയാൾ വേഗം തന്നെ ആ ട്രക്കിനകത്തേക്ക് കയറുന്നു. അതിനുശേഷം റസലിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയം ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു സ്കൂട്ടറിലാണ് അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് ആ കേബിളത്തിന്റെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്കൊന്നും തന്നെ പറ്റുന്നില്ല. ആ സമയം കേബിളത്താണെങ്കിൽ ഒരു മ്യൂട്സിന്റെ കൂടുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇടാൻ തുടങ്ങി. അവൻ റസലിനെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ സമയം ഡൊമിനോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആ കൂടൊക്കെ എടുത്ത് തള്ളി പുറത്തേക്ക് കളയുന്നത് കാണുമ്പോൾ അവൾ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന അയാളാണെങ്കിൽ ഒരു ബോംബ് എടുത്ത് അവളുടെ അടുത്തേക്ക് എറിയുന്നുണ്ട്. ഈ സമയം അവള് അവിടെ കിടക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് ലീക്കായി നേരെ കേബിളത്തിന്റെ ദേഹത്താണ് ഇടിക്കുന്നത്. അതിൽപ്പെട്ട് അയാൾ പുറകോട്ട് തെറിച്ച് വീഴുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രക്കിന്റെ രണ്ട് ഭാഗവും മുറിഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം കേബിളത്തിൽ നിൽക്കുന്നത് അതിന്റെ പുറകിലത്തെ ഭാഗത്താണ്. അയാൾ പെട്ടെന്ന് തന്നെ അതിന്റെ മുന്നിലത്തെ ഭാഗത്തേക്ക് എടുത്തു ചാടുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് ആ ട്രക്കിന്റെ പിടുത്തം കിട്ടി. ഈ സമയത്താണെങ്കിൽ ഡെഡ്പൂൾ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സ്പീഡിൽ അവൻ നേരെ വന്നിട്ട് ഒരു കാറിനെ ഇടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൻ നേരെ ആ ട്രക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ ആ ട്രക്കിൽ പിടുത്തം കിട്ടുന്നില്ല. അതിനു മുമ്പ് തന്നെ അവൻ താഴേക്ക് വീണ് പോവുകയാണ്. ഇനി താൻ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന കാര്യം ഡൊമിനിക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ ആ ട്രക്കിന്റെ കൺട്രോൾ ഒക്കെ വിട്ടിട്ട് അയാളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. ട്രക്കാണെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ ഇപ്പോൾ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് കേബിളർത്തുമായിട്ട് ഫൈറ്റ് ചെയ്ത് തുടങ്ങി. അയാളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവൾ അങ്ങനെ കുറെ സമയം അയാളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയത്ത് ഫൈറ്റിന് ശേഷം കേബിളർത്താണെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കെടുക്കുന്നു. പെട്ടെന്നാണ് ഡെഡ്പൂൾ ഒരു വണ്ടിയിൽ കയറിയിട്ട് നേരെ ആ ട്രക്കിന്റെ മുകളിലേക്ക് ചാടുന്നത്. അയാൾ അവളെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ താഴെ കൂടി ഇറങ്ങി അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ എഴുന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഡൊമിനോ വേഗം തന്നെ ചെന്നിട്ട് ആ ഒരു വണ്ടിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ബ്രേക്ക് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അതിന്റെ ഫ്യൂലൊക്കെ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡെഡ്പൂളും കേബിളത്തും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റസൽ അവന്റെ ചേമ്പറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ ചെന്നിട്ട് ആ ഒരു ജഗർനട്ടിന്റെ ആ ഒരു സെല്ല് ഓപ്പൺ ആക്കുന്നുണ്ട്.
അയാൾ ആ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അയാൾ ആ ട്രക്കിനിട്ട് ഒരൊറ്റ ഇടി ഇടിക്കുന്നുണ്ട്. അതോടൊപ്പം ആ ട്രക്ക് ഉൾപ്പെടെ അവിടെയുള്ള ആ റോഡ് മൊത്തത്തിൽ തകർന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് തെറിച്ചു പോവുകയാണ്. ഇപ്പോഴാണെങ്കിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ തല പുറകിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവൻ വേഗം തന്നെ തലയൊക്കെ റെഡിയാക്കി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഈ സമയത്താണ് ജഗർനെറ്റും റസലും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. ജഗർനെറ്റിനെ കാണുമ്പോൾ ഡെഡ്പൂൾ സംസാരിക്കാൻ തുടങ്ങി. അവന് ജഗർനെറ്റിന്റെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവന് ജഗർനെറ്റിനുള്ള ആരാധനയെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജഗർനെറ്റ് ആണെങ്കിൽ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ വലിച്ചു കയറി 2 കഷ്ണങ്ങളാക്കുന്നു. അതിനുശേഷം റസലിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ ഇത് കാണുമ്പോൾ നീ എന്തൊക്കെയാണ് റസലെ ഈ കാണിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഉടനെ തന്നെ ആ ഒരു ഹെഡ് മാഷിനെ എനിക്ക് കൊല്ലണം. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ജഗർനെറ്റിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഡൊമിനോ വേഗം നിന്നിട്ട് അവന്റെ ആ തലയിലുള്ള ഭാഗം എടുത്തിട്ട് അവളുടെ തോളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡെഡ്പൂൾ ഇപ്പോൾ അവന്റെ ആന്റിയുടെ അടുത്താണ്. അവന്റെ പകുതി ഭാഗങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അവനുള്ളത് കുട്ടികളുടെ 2 കാര്യങ്ങളാണ്. അവനും എന്റെ ഫ്രണ്ട്സ് കൂടി ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഒരു കേബിൾ എർത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ ജഗർനെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് റസലിനെ പിടിക്കാൻ പറ്റത്തില്ല. അവനെ പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ഒരാളെ കൊല്ലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ പിടിക്കാൻ എന്നെ സഹായിക്കണമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അവന്റെ ഭാവി മൊത്തം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഈ സമയത്തേക്ക് വന്നത്? അവൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള സമയത്തേക്ക് പോയാൽ പോരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവനെ കൊല്ലാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഡെഡ്പൂൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഒരു ടൈം മെഷീൻ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് വെച്ചിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എന്റെ കയ്യിൽ 2 ചാർജറുകളാണ് ഉള്ളത്. ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഒന്ന് തിരിച്ചു പോകുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. എന്താണ് അവനുമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം? ഡെഡ്പൂൾ വീണ്ടും ചോദിക്കുന്നു. ഇന്ന് രാത്രി അവനെ ഹെഡ് മാഷിനെ കൊല്ലും. അതിനുശേഷം ഈ കൊല്ലുക എന്നുള്ള കാര്യം അവനൊരു പാഷനായിട്ട് തീരും. അങ്ങനെ അവൻ വളരും തോറും ഒരുപാട് പേരെ കൊന്നുകളയും. അതിൽ ഉൾപ്പെട്ടതാണ് എന്റെ ഭാര്യയും മക്കളും. എന്റെ വീട് മൊത്തത്തിൽ കത്തിച്ചിട്ട് അവൻ എന്റെ ഭാര്യയും മക്കളെ കൊന്നു. അതെനിക്ക് ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ അവനെ കൊല്ലാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ആദ്യം അവനെ പിടിച്ചിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. അത് കേൾക്കുമ്പോൾ ഞാൻ നിനക്കൊരു 30 സെക്കൻഡ് തരാം. അതിനുള്ളിൽ നിനക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ കൊല്ലുമെന്നാണ് അയാൾ പറയുന്നത്. ആ ഡീലിന് ഡെഡ്പൂൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർ വേഗം തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജഗർനെറ്റ് റസലും കൂടി ആ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഡെഡ്പൂളും ടീമും അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ വേഗം തന്നെ ആ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ എത്തിച്ചേരുമ്പോഴത്തേക്കും ജഗർനെറ്റും റസലും കൂടി അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഹെഡ്മാഷ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഈ സമയം റസലാണെങ്കിൽ ആ പവർ വെച്ചിട്ട് ആ ഡോർ മൊത്തം നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ പോയി കഴിയുമ്പോൾ ജഗർനെറ്റ് ആണെങ്കിൽ ഡെഡ്പൂളിന്റെ ടീമിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഈ സമയം കേബിൾ എടുത്ത് അവന്റെ തോക്ക് വെച്ചിട്ട് ജഗർനെറ്റിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാളാണെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡെഡ്പൂളിന്റെ തലയിൽ ആ ഒരു ഗേറ്റിന്റെ കമ്പി കുത്തി കയറുന്നുണ്ട്. അവൻ അവിടെ കിടക്കുമ്പോഴാണ് കൊളസസ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ കൊളസസ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ കമ്പി എല്ലാം തന്നെ വലിച്ചൂരി എടുക്കുന്നുണ്ട്. അതിനുശേഷം ജഗർനെറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം റസലാണെങ്കിൽ ആ ഹെഡ്മാഷിനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. അവനാണെങ്കിൽ അവിടെ മൊത്തത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡെഡ്പൂൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതിനുശേഷം അവനോട് ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു തക്കത്തിന് ആ ഹെഡ്മാഷ് ആണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയം കേബിളത്താണെങ്കിൽ അവനെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്നാണ് റസൽ അയാൾക്ക് നേരെ ഫയർ ചെയ്യുന്നത്. അയാളുടെ കയ്യിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് അയാൾ ആ ഫയറിംഗ് തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിനുശേഷം അവനെ പിടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ സമയം റസലാണെങ്കിൽ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അതിനുശേഷം അത് തിരിക്കാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ഫയർ ചെയ്യുമെന്ന് ഡെഡ്പൂളിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാളെയും കൊണ്ട് പുറത്തേക്ക് ചാടുന്നുണ്ട്. വളരെ ദൂരത്തേക്കാണ് അവൻ തെറിച്ച് വീഴുന്നത്. ഈ സമയം ആകുമ്പോഴത്തേക്കും കൊളസ് ആണെങ്കിൽ ആ ജഗർനെറ്റിന്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്ത് തന്നെ റസൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി അവൻ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഡെഡ്പൂൾ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ റസലെ ഡെഡ്പൂളിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ ഡെഡ്പൂൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കാരണമാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചത്. എന്റെ ഉപദേശമായിരുന്നല്ലേ നീ ആ ജഗർനെറ്റിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ശിക്ഷ ഞാൻ അനുഭവിച്ചാൽ മതി. നിനക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ പവർ ഡാമിനർ എടുത്തിട്ട് അവനെ കഴുത്തിലിടുന്നുണ്ട്. അതിനുശേഷം അവനോട് ഫയർ ചെയ്യാൻ പറയുന്നു. ഈ സമയം അവൻ ഫയർ ചെയ്യാൻ വേണ്ടി കൈകൾ ഉയർത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കേബിളെടുത്ത് ഓടിച്ചെന്നിട്ട് ആ തോക്ക് എടുത്തിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴേക്കും ഡെഡ്പൂൾ അതിന് മുന്നിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ആ ബുള്ളറ്റ് ആണെങ്കിൽ അവൻ നെഞ്ചിലിട്ടാണ് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ അവൻ തെറിച്ച് വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ റസലിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട്. ഡെഡ്പൂൾ ഇപ്പോൾ തനിക്ക് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സങ്കടത്തോടെ ഡെഡ്പൂളിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അവന് മനസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഡാർക്ക് സൈഡിലേക്ക് പോകത്തില്ല. അതായത് അവൻ ഇനി ഫ്യൂച്ചറിൽ ആരെ കൊല്ലാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലെ കേബിളത്തിന്റെ ഫാമിലിക്കും മാറ്റം വരുന്നുണ്ട്. അത് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മകളുടെ ആ ഒരു പാവ ചെക്ക് ചെയ്യുമ്പോൾ അതിപ്പോ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ആ വെടി കൊണ്ടതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ ഉടനെ തന്നെ മരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവനെ വളരെ വിഷമത്തോടെ നോക്കി
നിൽക്കുകയാണ്. അങ്ങനെ അവന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം തീർത്തിട്ടാണ് ഡെഡ്പൂൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ വെനസ്ഡയുടെ ലോകത്തേക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവർ തമ്മിൽ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് കേവലർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഡെഡ്പൂൾ മരിക്കേണ്ടവനല്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾ വേഗം തന്നെ ആ ടൈം മെഷീൻ ഓൺ ആക്കുന്നു. അങ്ങനെ അയാൾ ഇപ്പോൾ പാസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ട് അവൻ ആ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരുന്നു. അവിടെ എത്തി നിൽക്കുമ്പോഴാണ് അതിനകത്തേക്ക് കയറാൻ തുടങ്ങുന്നത്. മുമ്പേ ഡെഡ്പൂളിന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു കോയിൻ ഉണ്ടല്ലോ, അത് അയാളാണെങ്കിൽ അവൻ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ അകത്തേക്ക് വരുന്നത്. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷം ആ ഒരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് റസൽ ആണെങ്കിൽ അവന് ഫയർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും കേവലർ അവനെ ഷൂട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ അതിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെടിയുണ്ട ഡെഡ്പൂളിന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് കൊള്ളുന്നത്. പക്ഷെ ആ നെഞ്ചിലെ കോയിൻ ഉള്ളതുകൊണ്ട് തന്നെ അവനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ആ ഒരു കോയിൻ ഇരിക്കുന്നത് കാണുമ്പോൾ കേവലർത്ത് ആ ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട് തന്നെ രക്ഷിച്ചാണെന്ന് അവന് മനസ്സിലായി. ഇനി നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകുന്നതാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ ഫാമിലി എന്തായാലും ഫ്യൂച്ചർ സേഫ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തിരിച്ചു പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ ഇനി തൽക്കാലം ഇവിടെ തന്നെ തുടരുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ലോകം മൊത്തം കുട്ടിച്ചോറാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയണമല്ലോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് റസൽ അവനെ കരുതില്ല ആ ഒരു ഡാമിനർ അടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതിന് പാസ്വേഡ് ഉള്ളത് കൊണ്ട് തന്നെ അവനത് അടിക്കാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ ഡൊമിനോ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 7 ആണ് അവൾ പറയുന്നത്. അവൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ 7 അടിക്കുമ്പോൾ തന്നെ ആ ലോക്ക് ഓപ്പൺ ആകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഹെഡ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അയാളാണെങ്കിൽ റസലിനെ കുറിച്ച് ഓരോ വൃത്തികേടുകളൊക്കെ പറയാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഡോപ്പിൻഡർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കാർ വെച്ച് അയാൾ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കൊല്ലാൻ സാധിച്ചുകൊണ്ട് തന്നെ ഡോപ്പിൻഡർ ആണെങ്കിൽ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നിട്ട് ഞാനും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയെന്ന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ അവിടുന്ന് വേഗം തന്നെ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മെഗാസോണിക്കും യോക്കിയും കൂടി ചേർന്നിട്ട് കേവലത്തിന്റെ ആ ഒരു ടൈം മെഷീൻ ഉണ്ടല്ലോ അത് റെഡിയാക്കിയിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ അത് വെച്ച് ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ഭാര്യ മരിച്ച അന്നത്തെ ദിവസത്തിലേക്കാണ് അവൻ പോകുന്നത്. അയാളെ തോക്ക് വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്തേക്ക് അയാളെ തോക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും അവൻ വേഗം തന്നെ ആ കത്തി എടുത്ത് എറിയുന്നു. ഇത്തവണ അവൻ ഉന്നം തെറ്റുന്നില്ല. അത് അയാളുടെ നെറ്റിയിലേക്കാണ് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ ഭാര്യയെ അവന് ജീവനോടെ രക്ഷിക്കാൻ കഴിയുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവൻ ടൈം ട്രാവലിംഗ് നിർത്തുന്നില്ല. അവൻ നേരെ ചെല്ലുന്നത് അവൻ ഇന്റർവ്യൂലേക്ക് സെലക്ട് ചെയ്ത കുറെ സൂപ്പർ ഹീറോസ് ഇല്ലേ, അവർ മരിച്ച ആ ഒരു സമയമുണ്ടല്ലോ അവിടേക്കാണ് അവൻ ചെല്ലുന്നത്. അങ്ങനെ മരിച്ച എല്ലാവരെയും ഒന്നും അവന് രക്ഷിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ കൈ നഷ്ടപ്പെട്ട പീറ്റർ ഉണ്ടല്ലോ ആ ഒരു സംഭവം അവൻ ഇല്ലാതാക്കുന്നുണ്ട്. അവന്റെ പല ടൈം ലൈനിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് അവൻ പോകുന്നത് അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. വോൾവറിന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ ഒരു രൂപത്തെ അവൻ കൊന്നു കളയുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ ടൈം ലൈൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നതാണെന്ന് അവൻ വോൾവറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ ചെല്ലുന്നത് ഒറിജിനൽ റയൻ റെയിൽസിന്റെ അടുത്തേക്കാണ്. അയാൾ ഇപ്പോൾ ഗ്രീൻ ലാൻഡേൺ സിനിമാറ്റിക് സ്ക്രിപ്റ്റ് വെച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുത്ത ഏറ്റവും മോശമായിട്ടുള്ള കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈം ലൈനിലെ റയൻ റെയിൽസിനെ അവൻ കൊന്നു കളയുന്നത്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. കൂടാതെ ഇതുപോലത്തെ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.